കാറിനെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെയായി? വല്ല വിവരവും കിട്ടിയോ? ആ വർക്ക്ഷോപ്പുകാരനെല്ലാം അറിയാം, പക്ഷെ അയാൾ സഹകരിക്കുന്നില്ല. സഹകരിച്ചില്ലെങ്കിൽ സഹകരിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നോക്കണം. നോക്കിയല്ലോ, കേസ് ഞാൻ സിദ്ധുവിനെ ഏൽപ്പിച്ചില്ലേ? എനിക്കറിയാം, സിദ്ധു ഭംഗിയായിട്ട് അന്വേഷിച്ച് എനിക്ക് വേണ്ട വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചു തരുന്നു. അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ സിദ്ധുവിന് വിശ്വാസമല്ലേ, അത്രത്തോളം എനിക്ക് അങ്ങോട്ടും വിശ്വാസം. ഞാൻ അന്വേഷിച്ചു. ദേവികയുടെ കയ്യിലിരിക്കുന്ന ആർസിയിൽ നടേശൻ എന്നൊരു പേരായിരുന്നില്ലേ? ആ നടേശൻ ആരാണെന്നറിയോ? ചന്ദ്രയുടെ അച്ഛൻ, റിട്ടയർഡ് ഡിവൈഎസ്പി നടേശൻ സാർ. അതീ കിടക്കുന്ന വിലാസം ഈ നാട്ടിലെ അല്ല, അതുകൊണ്ടാ നമുക്ക് ആ സംശയം നേരത്തെ തോന്നാത്തത്. ഓ, അത് ശരി. അപ്പൊ നടേശൻ സാറിന്റെ വണ്ടിയാണ് പ്രിയ വാങ്ങിയത്. നടേശൻ സാർ അത് വിറ്റ് കാണുമല്ലോ. സംശയം എന്താ? ചുരുങ്ങിയത് 1-2 കൈയെങ്കിലും അത് മറിഞ്ഞു കാണും. അവസാനം ശരത്തിന്റെ കയ്യിലാ അതെത്തിയത്. ആയിരിക്കും. നടേശൻ സാറും ശരത്തും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. നടേശൻ സാറിനെ കൊന്നത് ശരത്താണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. കണക്ഷനൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുവാണല്ലോ സിദ്ധു. ഇനി കണ്ടുപിടിക്കേണ്ടത് ആ വണ്ടിയെ എന്തുകൊണ്ട് ശരത്ത് പേടിക്കുന്നു എന്നുള്ളതാ. ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, അല്ലേ? എന്താ സംശയം? കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നടേശൻ സാറിന്റെ വണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എന്തായാലും ഈ വിവരം കണ്ടുപിടിച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാം ഒരു നിയോഗം പോലെ കണ്ടാൽ മതി ദേവി. നമ്മളെ ശരത്തിലേക്ക് നയിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നിത്യയുടെ ആത്മാവാ. ആ ആത്മാവ് തന്നെ ഇനി അങ്ങോട്ടുള്ള രഹസ്യങ്ങളും നമുക്ക് മുന്നിൽ തുറന്നു തരും. ദേവിയെ കണ്ടോ? അത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ആഹാ, എന്റെ പൊന്നു വക്കീലെ, ഇതൊക്കെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോരെ? ഏതൊക്കെ? അല്ല, ഈ കറക്കമൊക്കെ വളരെ മോശമാണ്. അത് നീ തന്നെ പറയണം. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വക്കീല് ചമഞ്ഞ് നാട്ടുകാരെ പറ്റിക്കലായിരുന്നില്ലേ നിന്റെ ജോലി? അപ്പം നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായ സകല കാര്യങ്ങളെയും നിനക്ക് വിമർശിക്കാം. സദാചാരത്തെക്കുറിച്ച് ക്ലാസ്സും എടുക്കാം. അതിന് നീ തന്നെയാ പറ്റിയ ആള്. എനിക്ക് യോഗ്യതയില്ല, പക്ഷെ നിനക്കെന്താടി യോഗ്യത? ഈ നിൽക്കുന്നവൻ വേറെ സ്ത്രീയുടെ ഭർത്താവല്ലേ? അങ്ങനെ ഒരാളൊത്ത് കറങ്ങി നടക്കുന്നത് ശരിയാണോ? എന്റെ ശരികേടും ഞാനാ തീരുമാനിക്കേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ ചെയ്ത അത്രയും വൃത്തികേടൊന്നും എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? മാർക്ക് ലിസ്റ്റിൽ തട്ടിപ്പ് നടത്തുന്നത് വൃത്തികേടല്ലേ? അത് മാത്രോ? ലോകത്ത് ഒരാളും ചെയ്യാത്ത തരം വൃത്തികേട് ചെയ്തവനാ ഇവൻ. എന്താ സംശയം ഉണ്ടോ നിനക്ക്? എങ്കിൽ പറ, ഞാൻ തെളിയിച്ചു തരാം. അതെ, ഞാൻ വഴക്കണമെന്നില്ല. നിങ്ങളെ കണ്ടപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്കത് ശരിയെല്ലാം തോന്നിയെങ്കിൽ എന്താ വെച്ചാൽ ചെയ്തു. ഞാനെന്നാ പോവാ. അധിക കാലമൊന്നും ഇങ്ങനെ വിലസാന്ന് നീ വിചാരിക്കണ്ട. നീ ഇതുവരെ ചെയ്ത സകല കൊള്ളരുതായ്മകളും കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് തെരുവിൽ നിർത്തും ഞാൻ പച്ചയ്ക്ക്. മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറാൻ വരല്ല മോനെ. വെറുതെ വിടില്ല ഞാൻ. അവനങ്ങ് വിരണ്ടു പോയല്ലോ. ലോകത്ത് ആരും ചെയ്യാത്ത എന്ത് വൃത്തികേട് അവൻ ചെയ്തത്? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ സിദ്ധു, അവനെ ഒന്ന് പേടിപ്പിക്കാൻ. എന്തായാലും അത് ഏറ്റിട്ടുണ്ട്. ഈ മാർക്ക് ഷീറ്റിൽ തട്ടിപ്പ് നടത്തിയവൻ എന്തായാലും വേറെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ഊഹത്തിൽ ഞാൻ പറഞ്ഞു നോക്കിയതായിരുന്നു. അല്ലാതെ അവനെക്കുറിച്ച് എനിക്കെങ്ങനെ അറിയാം? ഞാൻ എന്താ പൊയ്ക്കോട്ടെ. ഈ കണ്ണുകടിയുള്ളവരൊക്കെ ഇനിയും വരും. വെറുതെ എന്തിനാ അവരുടെ സമാധാനം കളയുന്നത്?
സോറി, ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ വന്നത് ഡോക്ടറിന്റെ പേഷ്യന്റ് പ്രഭാവതിയെക്കുറിച്ച് അറിയാൻ. അതെ, അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. മകന്റെ പേര് ശരത് എന്നാ. എനിക്കറിയാവനെ. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തനവൻ. ഇപ്പൊ അവനകത്താ. അറിയാം. ഇനി എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം. പ്രഭാവതി ഈ കിടപ്പ് കിടക്കാൻ കാരണം ഒരു ആക്സിഡന്റ് ആണല്ലോ. പോലീസിന്റെ നിഗമനം അത് ചെയ്തത് സിദ്ധു എന്ന സിദ്ധാർത്ഥനാണെന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. സിദ്ധാർത്ഥന്റെ കാർ എടുത്തുകൊണ്ട് പോയി ആ അപകടം ഉണ്ടാക്കിയത് ശരത്താണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല, ഒരു വിശ്വാസം. പലപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് പല കേസിലും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. സാറ് പറയുന്നത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. ഒരു തവണ പ്രഭാവതിയുടെ മുഖത്ത് ഘടിപ്പിച്ചിരുന്ന ഓക്സിജൻ മാസ്ക് ആരോ എടുത്ത് മാറ്റിയിരുന്നു. തൊട്ടുമുമ്പ് അമ്മയെ കണ്ടത് ശരത്തായിരുന്നു. ആദ്യമൊക്കെ ഒരമ്മയെ കൊല്ലാൻ സ്വന്തം മകൻ ശ്രമിക്കുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ആ സംഭവം കഴിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി അങ്ങനെ സംഭവിക്കുമെന്ന്. എന്നിട്ട് എന്തുകൊണ്ടത് അപ്പോൾ പോലീസിനെ അറിയിച്ചില്ല? എന്റെ കയ്യിൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ മരിക്കുന്നായിരുന്നു ശരത്തിന്റെ വിശ്വാസം. അത് നടക്കാതെ ആയപ്പോ അവന്റെ മുഖത്ത് തോന്നിയ നിരാശ അത് നേരിട്ട് കണ്ടതാ ഞാൻ. അല്ല, എന്തിനായിരിക്കണം അമ്മ മരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചത്? അമ്മയുടെ കിടപ്പ് കണ്ടിട്ടാണെന്ന് കരുതാൻ പ്രയാസമുണ്ട്. മറ്റെന്തോ രഹസ്യങ്ങള് അവർക്കിടയിലുണ്ട്. അതെന്താണെന്ന് അവർക്കേ അറിയൂ. ആ രഹസ്യങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണ എനിക്കുണ്ട്. മിസ്സായിരിക്കുന്നത് ചില കണക്ഷൻസാ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, എന്നിട്ട് പൂരിപ്പിച്ചോളാം. ചിലപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടറെ കാണാൻ പറ്റും. ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കാം. അന്നും ഇതുപോലെ സഹകരിക്കണം. തീർച്ചയായിട്ടും. അവനെ പോലുള്ള ക്രിമിനൽസ് അകത്ത് പോകുന്നത് കാണാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. വെൽക്കം. മോളെ കണ്ടോ അവളെ?